ഗുഡ് മോർണിംഗ്. ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാഥോഡ് ഓസിലോസ്കോപ്പിലെ CRO എന്നുള്ള ഒരു ഡിവൈസിനെ പറ്റിയാണ് പഠിച്ചത്. എന്തിനാണ് നമ്മൾ CRO മെയിനായിട്ട് ഉപയോഗിക്കുന്നത്? CROയ്ക്ക് ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു വേവ് ഫോമിൻ്റെ ആംപ്ലിറ്റ്യൂഡും ടൈം പീരിയഡും കണ്ടുപിടിക്കാൻ നമുക്ക് CRO ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു വോൾട്ടേജ് വേവ് ഫോം നമുക്ക് കിട്ടുവാണെങ്കിൽ ആ വേവ് ഫോം നമുക്ക് കൊടുത്ത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്, അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്, അതുപോലെ ടൈം പീരീഡ് എത്രയാണുള്ള കാര്യം നമുക്ക് CRO കണ്ടുപിടിക്കാം. ഇനി ഇപ്പം ഒരു വോൾട്ടേജും കറണ്ടും വേവ് ഫോം കിട്ടുവാണെങ്കിൽ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാം. അപ്പം ഔട്ട്പുട്ടിൽ ഇൻപുട്ടിലുള്ള വേവ് ഫോം കിട്ടുവാണെങ്കിൽ കറണ്ട് വോൾട്ടേജ് വേവ് ഫോം ആണെങ്കിൽ അത് തമ്മിലുള്ള ആംപ്ലിറ്റ്യൂഡ് വ്യത്യാസം എത്രയാണ്, അത് തമ്മിൽ ഫേസ് ഡിഫറൻസ് വരെ ഉണ്ടോ, ഫ്രീക്വൻസിക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ ബാക്കിയുള്ള എക്യുപ്മെൻറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ CROയ്ക്കകത്തുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കിട്ടുന്ന ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾ നമ്മളെ മെഷീൻസ് ഔട്ട്പുട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ്. ഇപ്പോൾ ഒരു വോൾട്ട് മീറ്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് വോൾട്ടേജ് മെഷർ ചെയ്യുമ്പോൾ വോൾട്ടേജിൻ്റെ വാല്യൂ നമുക്ക് ഒന്ന് ഇൻഡിക്കേറ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. അതേസമയം CROയ്ക്കകത്ത് നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ എങ്ങനെയാണോ അതേ കാര്യം തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഒരു സൈനസോയ്ഡൽ വേവ് ഫോം നമ്മൾ CROയുടെ ഇൻപുട്ടിലേക്ക് കൊടുക്കുകയാണെങ്കിൽ സൈനസോയ്ഡൽ വേവ് ഫോമിൻ്റെ ഡിസ്പ്ലേ നമുക്ക് CROയുടെ സ്ക്രീനിൽ കാണാം. അപ്പോൾ ഈ CROയ്ക്കകത്ത് എങ്ങനെയായിരിക്കും വേവ് ഫോം നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്? അപ്പോൾ CROയുടെ മെയിൻ ഒരു എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്തോട്ട് നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം പഠിച്ചപ്പം പറഞ്ഞാണ് അതിനകത്ത് മെയിൻ എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കാഥോഡ് റേ ട്യൂബ് അല്ല CRT എന്ന് പറഞ്ഞൊരു ഡിവൈസാണ്. ആ CRTയുടെ ഒരു സൈഡിൽ നമുക്കൊരു ഇലക്ട്രോൺ ഗണ്ണുണ്ട്, മറ്റേ സൈഡിൽ ഒരു ഫ്ലൂറസെൻറ്റ് സ്ക്രീനും വെച്ചിട്ടുണ്ട്. ഈ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് ഇലക്ട്രോൺ നമ്മൾ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ജനറേറ്റ് ചെയ്യും. ഈ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണും നമ്മുടെ ഫ്ലൂറസെൻറ്റ് സ്ക്രീനിൽ ടച്ച് ചെയ്യുമ്പോൾ അവിടെ നമുക്കൊരു ഡിസ്പ്ലേ കിട്ടും. ഇനി ഈ ജനറേറ്റ് ചെയ്ത് ഫ്ലൂറസെൻറ്റ് സ്ക്രീനിലേക്ക് പാസ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ മോഷൻ അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ നമ്മൾ കൺട്രോൾ ചെയ്താണ് നമുക്ക് റിക്വയർഡ് വേവ് ഫോം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മെയിനായിട്ട് രണ്ട് പ്ലേറ്റ് ആയിരുന്നു നമ്മുടെ CRTക്കകത്തുള്ളത്. ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും ഉണ്ട്, വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും ഉണ്ട്. ഇപ്പം സംശയമുള്ളവർ ഓർമ്മ കിട്ടാത്തവരൊക്കെ പഴയ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത സ്ലൈഡ് എടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് വേവ് ഫോമിൻ്റെ എക്സ് ആക്സിലുള്ള മോഷൻ കൺട്രോൾ ചെയ്യാൻ, അതായത് ടൈം ആക്സിലുള്ള മോഷൻ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് നമ്മൾ സിഗ്നൽ കൊടുക്കും. അന്നേരം ആ സ്പോട്ട് നമുക്ക് ഹൊറിസോണ്ടൽ എക്സ് ആക്സിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ കഴിയും. അതുപോലെ വൈ ആക്സിസിലുള്ള മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാൻ നമ്മുടെ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സിഗ്നൽ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലും കൊടുക്കും. അപ്പോൾ നമുക്ക് വൈ ആക്സിസിൽ നമുക്ക് നമ്മുടെ ആ പോയിന്റ് ഇലക്ട്രോൺ വന്ന് ഫ്ലൂറസെൻറ്റ് സ്ക്രീനിൽ മുട്ടുമ്പോൾ കിട്ടുന്ന ആ പോയിന്റ് നമുക്ക് മുകളിലേക്ക് നിഴക്ക് നിൽക്കാൻ കഴിയും. ഇപ്പോൾ ഈ രണ്ട് സിഗ്നൽ നമ്മൾ ഒരുമിച്ച് കൊടുക്കുമ്പോൾ ഒരേ സമയം ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്കും വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്കും നമ്മൾ സിഗ്നൽ കൊടുക്കുമ്പോൾ ആ പോയിന്റ് നമുക്ക് കൃത്യം വേവ് ഫോം കാണിക്കേണ്ട എങ്ങനെയാണ് അതേ രീതിയിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ കഴിയും. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ജനറൽ പർപ്പസ് CRO വർക്ക് ചെയ്യുന്നത്. ഈ ജനറൽ പർപ്പസ് CROയ്ക്കകത്ത് നമുക്ക് കിട്ടേണ്ട കൊടുക്കുന്ന സിഗ്നൽ എങ്ങനെയാണ് അത് തന്നെ ഡയറക്റ്റ് ഉപയോഗിച്ചായിരുന്നു നമ്മൾ സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്. എന്നാൽ അതിന് ശേഷം നമ്മൾ CROയ്ക്കകത്ത് പല അഡ്വാൻസ്മെൻറ്റ് നടന്നു. അപ്പോൾ നമുക്ക് പുതുതായിട്ട് ഉപയോഗിക്കുന്ന മോഡേൺ ടൈപ്പ് അല്ല, ഇപ്പോൾ നമ്മൾ ലാബിലൊക്കെ വരുമ്പോൾ ഇലക്ട്രോണിക്സ് ലാബൊക്കെ നിൽക്കൊണ്ട് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന എക്യുപ്മെൻറ്റ് ഡിജിറ്റൽ ഓസിലോസ്കോപ്പ് എന്ന് പറഞ്ഞ എക്യുപ്മെൻ്റാണ്. അതായത് CROയുടെ കൂട്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേ കിട്ടുന്ന സാധനമാണ്. പക്ഷേ നമുക്ക് ഈ ഡയറക്റ്റായിട്ട് ഈ സിഗ്നൽ ഉപയോഗിച്ച് CRTക്കകത്ത് കൊടുത്ത് സിഗ്നൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതിന് പകരം ഈ കിട്ടിയ സിഗ്നല് കമ്പ്യൂട്ടർ സർക്യൂട്ടുകളൊക്കെ ഉപയോഗിച്ച് അനലൈസ് ചെയ്ത് ആ കിട്ടിയ സിഗ്നലിനെ സ്റ്റോർ ചെയ്ത് വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്ത് നമ്മുടെ പഴയ വേവ് ഫോമിൽ ഉണ്ടാക്കിയെടുക്കുന്ന ടൈപ്പ് ഓസിലോസ്കോപ്പിനാണ് നമ്മൾ ഡിജിറ്റൽ ഓസിലോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇപ്പം മോഡേൺ ടൈംസിൽ ഈ കാലത്തൊക്കെ നമ്മൾ ലാബിലൊക്കെ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ഓസിലോസ്കോപ്പാണ്. അപ്പം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്കിപ്പം CRT കാഥോഡ് റേ ട്യൂബ് പോലും ഇല്ലാത്ത കിട്ടിയ സിഗ്നൽ നമ്മൾ കമ്പ്യൂട്ടർ സിഗ്നൽ ഉപയോഗിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് അത് അനലൈസ് ചെയ്ത് LCD സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ കഴിയുന്ന DSO എന്നും അല്ലെങ്കിൽ ഡിജിറ്റൽ ഓസിലോസ്കോപ്പ് അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് CROയെക്കുറിച്ചാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം CROയുടെ ചോദിക്കത്തുള്ളൂ. അതേസമയം നമുക്ക് ഡിജിറ്റൽ ഓസിലോസ്കോപ്പിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം മാത്രമേ നമ്മുടെ സിലബസിൽ ഉള്ളൂ. ഇപ്പം നമുക്ക് അതിൻ്റെ മെയിൻ എന്താണ് ഡിജിറ്റൽ ഓസിലോസ്കോപ്പിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം മാത്രം പഠിച്ചാൽ മതിയാവും. നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഡിജിറ്റൽ ഓസിലോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഓസിലോസ്കോപ്പ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ഓസിലോസ്കോപ്പ് വിച്ച് സ്റ്റോർസ് ആൻഡ് അനലൈസസ് സിഗ്നൽ ഡിജിറ്റലി. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലായിട്ട് സ്റ്റോർ ചെയ്ത് അതുപോലെ അനലൈസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റാണ് ഡിജിറ്റൽ ഓസിലോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻപുട്ട് സിഗ്നൽ നമ്മൾ ആദ്യം ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റും, എന്നിട്ട് അതിനെ അനലൈസ് ചെയ്ത് ആ സിഗ്നലിനെ വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന യൂണിറ്റാണ് ഡിജിറ്റൽ ഓസിലോസ്കോപ്പ്. അപ്പം ഇതിനകത്ത് നമുക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ വിഷ്വലായിട്ട് നമുക്ക് പിക്ചറിലായിട്ട് മാത്രമല്ല അതിന് ന്യൂമറിക്കൽ വാല്യൂ നമുക്ക് ഡിജിറ്റൽ ഓസിലോസ്കോപ്പ് ഡിസ്പ്ലേ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒരു സാധാരണ CROയ്ക്കകത്ത് നമുക്ക് വേവ് ഫോം എങ്ങനെയാണ് തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കഴിയാൻ സാധിക്കും. പക്ഷേ ഡിജിറ്റൽ ഓസിലോസ്കോപ്പിന് എന്താണ് ഈ നമ്മൾ കമ്പ്യൂട്ടർ പ്രോസസ്സിലൂടെ നമ്മൾ അനലൈസ് ചെയ്യുന്ന കാരണം ഈ സാധനത്തിൻ്റെ കിട്ടുന്ന വേവ് ഫോമിൻ്റെ
എല്ലാ പാരാമീറ്റേഴ്സും അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്, അതുപോലെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്, അതിൻ്റെ RMS വാല്യൂ എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉപയോഗിച്ച് തന്നെ നമുക്ക് മെഷർ ചെയ്തത് വേവ് ഫോം ഡിസ്പ്ലേ ചെയ്തതിനൊപ്പം നമുക്കത് അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ കാണിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മൾ കഴിഞ്ഞ പറഞ്ഞ മാതിരി ഓരോ ബോക്സ് എണ്ണി വോൾട്ടേജ് മെഷർ ചെയ്യുന്നതിന് നമുക്ക് ഡയറക്റ്റ് ഡിസ്പ്ലേയിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം അറിയാനും സാധിക്കും. ഇനി അതേസമയം നമുക്ക് വേവ് ഫോംസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പിക്ചർ റെപ്രസെൻറ്റേഷൻ നമുക്ക് അവിടെയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഡിജിറ്റൽ ഓസിലോസ്കോപ്പ് വഴി കിട്ടും. അപ്പോൾ ഡിജിറ്റൽ ഓസിലോസ്കോപ്പിൻ്റെ ഡെഫിനേഷൻസ് ഇതാണ്. അപ്പോൾ നിങ്ങളിത് രണ്ട് മണ്ണൊക്കെ ഡിജിറ്റൽ ഓസിലോസ്കോപ്പ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാനുള്ള ഡെഫിനേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യന് 6 മാർക്കിന് ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കാനായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇപ്പം മെയിനായിട്ട് എൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ നമുക്കൊന്ന് ജനറലി നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ജനറൽ പർപ്പസ് CRO മാതിരി തന്നെയാണ്. ഇതിന് മറ്റൊരു നമ്മളവിടെ വെർട്ടിക്കൽ ആംപ്ലിഫയറും ഹൊറിസോണ്ടൽ ആംപ്ലിഫയറും ഒക്കെ ഉപയോഗിച്ച് സിഗ്നലിനെ നമ്മൾ ഡയറക്റ്റായിട്ട് ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് കൊടുക്കുമായിരുന്നു. ഇവിടെ നമ്മൾ ഡിജിറ്റലൈസ് ചെയ്ത് നമുക്ക് മെമ്മറി സ്റ്റോർ ചെയ്ത് കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്താണ് നമ്മളിവിടെ ഡിജിറ്റൽ സിഗ്നൽ നമ്മൾ വീണ്ടും CRTയുടെ പ്ലേറ്റ്സിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിയറിയാം കിട്ടുന്ന ഇൻപുട്ട് സിഗ്നൽ നമ്മൾ ആംപ്ലിഫയർ വെച്ച് ആംപ്ലിഫൈ ചെയ്യുന്നു. പിന്നെ അത് നമ്മൾ 2 സിഗ്നലായിട്ട് കൺവേർട്ടീവ് ആണ്. നമ്മുടെ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിൽ കൊടുക്കാനുള്ള X ആക്സിസ് കൊടുക്കാനുള്ള സിഗ്നലായിട്ടും പിന്നെ Y ആക്സിസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് കൊടുക്കാനുള്ള സിഗ്നലായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. ഇനി ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് കൊടുക്കാനുള്ള സിഗ്നൽ നമ്മൾ കഴിഞ്ഞ സർക്യൂട്ട് കണ്ട മാതിരി തന്നെ ഒരു ടൈം ബേസ് ജനറേറ്ററും ആംപ്ലിഫയർ ഉപയോഗിച്ച് നമ്മൾ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് കൊടുക്കുന്നു. ഇനി വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് കൊടുക്കുന്ന സിഗ്നൽ നമ്മൾ ഡിജിറ്റലൈസ് ചെയ്യുകയാണ്. ഈ കിട്ടിയ അനലോഗ് സിഗ്നൽ നമ്മൾ ഡിജിറ്റലൈസ് ചെയ്ത് മെമ്മറി സ്റ്റോർ ചെയ്ത് പിന്നെ ഈ സ്റ്റോർ ചെയ്ത മെമ്മറി നമ്മൾ വീണ്ടും അനലൈസ് ചെയ്ത് അതിൻ്റെ വാല്യൂസൊക്കെ ഓരോ പോയിൻ്റുള്ള വാല്യൂസ് നമ്മൾ കമ്പ്യൂട്ടർ പ്രോസസ്സിങ്ങിലൂടെ തന്നെ കണ്ടുപിടിച്ച് വീണ്ടും ആ വേവ് ഫോം റീകൺസ്ട്രക്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള സിഗ്നൽ നമ്മൾ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിജിറ്റൽ ഓസിലോസ്കോപ്പിൻ്റെ ബ്ലോക്ക് ഡയഗ്രം. ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം മാത്രം നിങ്ങൾക്ക് പഠിച്ചാൽ മതിയാകും. ഇനി ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഓസിലോസ്കോപ്പിനകത്തൊക്കെ CRTയുടെ ഉപയോഗം പോലും ഇല്ല. ആക്ച്വലി വേവ് ഫോം ജനറേറ്റ് ചെയ്തതിന് ശേഷം ഒരു LCD ഡിസ്പ്ലേ ഡയറക്റ്റായിട്ട് കാണിക്കുകയാണ് പുതിയ CRTക്കകത്ത് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് തൽക്കാലം നമുക്ക് നമ്മുടെ പോർഷൻ അനുസരിച്ച് ഡിജിറ്റൽ ഓസിലോസ്കോപ്പിൻ്റെ ബ്ലോക്ക് ഡയഗ്രം മാത്രമേ പഠിക്കാനുള്ളൂ. നമ്മുടെ സാധാരണ ജനറൽ പർപ്പസ് CROയുടെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം പഠിക്കാനുള്ളത് ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്താണ്. അതിനെപ്പറ്റി ഡൗട്ടുള്ളവർക്കും ചോദിക്കാം. അതുപോലെ ഇതിനെപ്പറ്റി ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുള്ളവർക്ക് നമുക്ക് വാട്സാപ്പിലൂടെ കമൻറ്റായിട്ടൊക്കെ ചോദിക്കാം. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന അസൈൻമെൻറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച CROയുടെ അതായത് ജനറൽ പർപ്പസ് CROയുടെ നമ്മൾ CRT ഒക്കെ വെച്ച് കാണിച്ച ആ ബ്ലോക്ക് ഡയഗ്രം വരച്ച് അസൈൻമെൻറ്റായിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ലിങ്ക് അപ്ലോഡ് ചെയ്യുക. അപ്പം ഇന്ന് ഞാൻ പഠിപ്പിച്ച ബ്ലോക്ക് ഡയഗ്രം അല്ല, പകരം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ജനറൽ പർപ്പസ് CROയുടെ. ഇപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച CROയുടെ അല്ലെ ഓസിലോസ്കോപ്പിൻ്റെ ഡയഗ്രമാണ് ബ്ലോക്ക് ഡയഗ്രം ചോദിക്കുന്നതെങ്കിൽ ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രാമും ഡിജിറ്റൽ ഓസിലോസ്കോപ്പ് എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പം അതേസമയം ക്വസ്റ്റിനകത്ത് ബ്ലോക്ക് ഡയഗ്രാമോ CRO ചോദിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ബ്ലോക്ക് ഡയഗ്രമാണ് വരയ്ക്കേണ്ടത്. അത് വരച്ച് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. സംശയമുള്ളവർ ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതായിരിക്കും. താങ്ക് യു.